ഇന്ന് നമുക്ക് കുറച്ചധികം ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പച്ചക്കുരുമുളക് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഞാൻ പറിച്ച് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വല്യുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇതൊക്കെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കുരുമുളകില്ലേ, അത് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്, പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, ഒരു കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, വല്യുള്ളി, തക്കാളി, പച്ചമുളക് ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. മല്ലിപ്പൊടി ഞാൻ 3 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് പച്ചമല്ലിയാണ്, അപ്പോൾ വറുത്തിട്ട് ചേർക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ടില്ല, അരച്ച് വെച്ചിട്ടില്ല ആ ഒരു കൂട്ടില്ലേ, അതുകൂടി ഇതിലേക്ക് ചേർക്കുക. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെമ്മീനായത് കാരണം തന്നെ അത്യാവശ്യം വേവുള്ള സാധനമാണ്. അതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില, മല്ലിയില, ഓൾ സ്പൈസസും കൂടി ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.